ജോസിന് എന്തോ ഐഡിയ പറയാണ്ട് എന്താ ജോസേ? ഇപ്പോൾ ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വങ്കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. ഭയങ്കരമായ ആള്. ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയുക. അതായത് പറയേണ്ട കാര്യം പറയുക. ഒരു സ്ഥലത്ത് കയറി അവിടെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ഇന്ന സാധനം കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നു. ഇത് അവിടെ ഒരു ഈച്ച അത് മൃണാൾ തന്നെയാണ് ആദ്യം അവിടെ ഈച്ചണ്ടെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെന്റിലുള്ള ഒരു സാധനം. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് മിക്ക ആൾക്കും മനസ്സിലായിട്ടില്ല. അതാ നിന്റെ വിഷമം അല്ല. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത്രേ ഷവർമയെ കുറിച്ച് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന് അതാണ് ഫീൽ ചെയ്തത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഷവർമയുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചോ. പിന്നെ 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ബെറ്റർ ആയി തോന്നിയിട്ടുണ്ടാവും. എന്തോ ഒന്നിങ്ങോട്ട് വന്നേ, നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ചോറിന്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമേ അല്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഇഷ്ടമേ അല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കണം ചില ഈ മീൽസ് ഒക്കെ ഉള്ള കടയിൽ പോയിട്ട് എന്തെന്നാ അവർ ഉടമ്പി വെക്കുന്നത്. ഗോപാലകൃഷ്ണൻ നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ല. ചുവന്ന വെള്ളത്തിന്റെ അകത്ത് പിന്നെ വെണ്ടക്കൊക്കെ മുറിച്ചിട്ടേക്കുന്നത് അത് എന്തോ അത് വെറുതെ സ്ഥലം മുടക്ക ഓരോ സാധനം. പിന്നെ കുറെ എന്ത് അനാവശ്യ എണ്ണ ഒപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ? അയ്യോ ഒന്ന് വരൂ, ഞാൻ പട്ടിണിയിലാണ്, എന്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാളിന് വന്നു ഞണ്ണിത്തരണേന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ടോ? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടാവും. അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും.